അപ്പോൾ നമ്മളിന്ന് ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇപ്പോൾ ഓണാക്കിയിട്ടുള്ളൂ, ചൂടായി വരുന്നുള്ളൂ. ഇത് ഇമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. അതേപോലെ ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ബാറ്ററിയിലേക്ക് മാറണമായിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട. ഈ സ്വിച്ച് ഓഫ് ആക്കിയാൽ അത് കറണ്ട് ഇപ്പോൾ ലൈന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിൽ വർക്കാകുന്ന പോലെ ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യും. വേണ്ടത് നമ്മൾ ബാറ്ററിയിലേക്കാണുള്ളത്. ബാറ്ററിയിൽ വർക്കാകുന്ന ബൾബാണ് വെച്ചിട്ടുള്ളതിൽ. നമ്മൾ കറണ്ട് ഓണായി കഴിഞ്ഞാൽ കറണ്ടിൽ വർക്കാകുന്ന പോലെ വർക്കാവും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും ചെയ്യുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഇൻവേർട്ടർ ഉള്ളവർക്ക് ഇൻവേർട്ടറിൽ കൊടുത്താലും മതി. ഇൻവേർട്ടറിൽ ഇല്ലെങ്കിൽ ബാറ്ററി കൊടുത്താലും മതി. നമുക്ക് ഇങ്ങനെ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിലേക്ക് മാറും. അത് ഇത് നമ്മൾ മുട്ട വയ്ക്കുന്ന ട്രേ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ ഈ പൈപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ആകും. അപ്പോൾ നമ്മൾ കോഴി എങ്ങനെ മുട്ട തിരിക്കുന്ന അതേപോലെ ഇതിലും തിരിയും. എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. അതിനകത്താണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഒരു ട്രേ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ മുട്ട എടുക്കാൻ പോകണം. ഇപ്പോൾ നമുക്ക് മുട്ട തിരിയുന്നത് കാണാൻ പറ്റും. ഇത് 3 മണിക്കൂറിൽ ഒരിക്കൽ വർക്കാവുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 മണിക്കൂറിൽ ഒരിക്കൽ മുട്ട ഇങ്ങനെ തിരിയും. ഇത് തിരിയുന്നത് കാണാൻ പറ്റും തോന്നുന്നു. 3 മണിക്കൂറാകുമ്പോൾ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ആവും. പിന്നെ അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ റൊട്ടേറ്റ് ആവും. ഒന്നുകൂടെ കാണിക്കാം. നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാൽ ഒന്നും കൂടെ കറങ്ങുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെയാണ് മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മോട്ടർ തിരിയുന്നപ്പോൾ കാണാൻ പറ്റും. നമുക്കിതിലിപ്പോൾ 150 മുട്ടയോളം വയ്ക്കാം. എത്ര ലോഡ് ഇനി 150 നമ്മൾ അടുപ്പിച്ച് ഒരുപാട് മുട്ട വെച്ചാലും ഈ മോട്ടർ നമുക്കിതിൽ ഈ ലോഡ് എടുക്കുന്നതായിരിക്കും. ഇത് ഒരു കാറിൻ്റെ വൈഫർ മോട്ടറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ 70 മുട്ടയാണ് വെച്ചിട്ടുള്ളത്. 70 മുട്ടയാണ് ഇപ്പോൾ മേലത്തെ റാക്കിൽ മാത്രം വെച്ചിട്ടുള്ളത്. അടിയത്തെ റാക്കിലേക്കുള്ള മുട്ട നമുക്ക് കിട്ടിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ അടുത്തുള്ള മുട്ടയല്ല, ഇത് പുറത്തുനിന്ന് ഓരോ വീട്ടിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അടിയത്തെ റാക്കിലും കൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 170 മുട്ടകളും വയ്ക്കാം. കുറച്ചുകൂടെ അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു 170 മുട്ടകൾ നമുക്കിതിൽ വെക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഫിറ്റാക്കിയിട്ടുണ്ട്. മുട്ട നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. 37.1 37 നമുക്ക് ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഓണാവും. ടെമ്പറേച്ചർ 37 എത്തുമ്പോൾ ഇപ്പോൾ ഓണായി കണ്ടോ. 37 കറക്റ്റ് നമുക്ക് ബൾബ് ഓണായി ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. അതുപോലെ 37.5 ടെമ്പറേച്ചർ 37.5 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നതായിരിക്കും. ഇപ്പോൾ 37.5 ബൾബ് അതേമാതിരി ഓഫ് ആയിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ഇമ്മ്യൂണിറ്റി നിർബന്ധമാണ് മുട്ട വിരിയിപ്പിക്കുമ്പോൾ.
അതൊരു 65 to 80 വരെയൊക്കെ നമുക്ക് ഉണ്ടാവണം. അത് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിയില്ല. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇമ്മ്യൂണിറ്റി മീറ്റർ ഉള്ളത് തന്നെ മേടിച്ചോളൂ. അല്ലെങ്കിൽ തനിച്ച ടെമ്പറേച്ചർ മാത്രമുള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കാണിക്കണേ ഇമ്മ്യൂണിറ്റിക്ക് വേറെ നമ്മൾ തനിച്ചൊരു മീറ്റർ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒന്നിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ 76.2 ഉണ്ട് ഇമ്മ്യൂണിറ്റി. നമുക്ക് 80 വരെയൊക്കെ വരാം. ഒരു 75 വരെയൊക്കെ കുഴപ്പമൊന്നുമില്ല. 60 to 75 വരെയൊക്കെ ഉണ്ടാവണം ഇമ്മ്യൂണിറ്റി. അതിന് ടെമ്പറേച്ചർ 37.5 ടെമ്പറേച്ചർ. നമുക്ക് മുട്ട വിരിയാനുള്ള ടെമ്പറേച്ചർ 37.5 നമുക്കത് ലൈറ്റ് ഓഫ് ആവും. പിന്നെ 37 വീണ്ടും ഓൺ ആവുന്നതായിരിക്കും. അതേമാതിരി നമ്മൾ ബാറ്ററിയിലേക്ക് വർക്ക് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ തെർമോസ്റ്റാറ്റ് സെൻസാർ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. ബാറ്ററിയിൽ വർക്ക് ആകുന്ന പോലെ. അത് ബാറ്ററി ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അങ്ങനെ ഓണായിട്ട് നമ്മുടെ മറ്റേ ബൾബ് കത്തുന്നതായിരിക്കും. ബാറ്ററിയിൽ വർക്ക് ആകുന്ന ബൾബ് കത്തും. അത് ബാറ്ററിയിലേക്ക് വേണ്ടി മാത്രമാണ് തനിച്ചൊരു സെൻസാർ ഫിറ്റാക്കിയിട്ടുള്ളത്. അത് ബാറ്ററി കറണ്ടിൽ 12 വോൾട്ടിൽ വർക്ക് ആകുന്ന സെൻസാറാണ് അതിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ AC വർക്ക് ആകുന്നത്, AC കറണ്ടിലാണ് ഇത് വർക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ മുട്ട നമ്മൾ എല്ലാ മുട്ടയും വെക്കുന്ന എല്ലാ മുട്ടയും വിരിയില്ല. അപ്പോൾ നമുക്ക് 5-ാമത്തെ ദിവസം ഇത് സ്കാൻ ചെയ്യാൻ പറ്റും. മുട്ട വിരിയോ ഇല്ലേന്ന് സ്കാൻ ചെയ്ത മുട്ടയിൽ നിന്ന് നമുക്ക് കുറച്ച് മുട്ട വിരിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5-ാമത്തെ ദിവസം തന്നെ വിരിയാത്ത മുട്ടകൾ നമുക്ക് തനിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 5-ാമത്തെ ദിവസം നമുക്ക് സ്കാൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.